ഒന്നും പറയണ്ട. 7 മാസത്തെ അടവാണ് തെറ്റിയത്. ഇല്ല, 1 മാസം പോയിട്ട് 1.5 ദിവസത്തെ അവധി പോലും തരത്തില്ല. നിങ്ങൾ അരവിന്ദന്റെ ഈ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ, സുന്ദര മുഖം. അരവിന്ദന് മറ്റൊരു മുഖമുണ്ട് മോനെ, ഭീകര മുഖം. ഈ ടൗണിൽ ഏത് മൂലയിൽ ഒളിച്ചാലും ഞാൻ പൊക്കിയിരിക്കും. ഈ കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. പെണ്ണ് ഏതാണെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ശരി അപ്പ പൊക്കി കൊണ്ടുവരും. പെണ്ണോ? പൊക്കുന്ന കാര്യം പറഞ്ഞു ഒറ്റടിയാൻ വെച്ചരും. ഞാൻ ഓട്ടോ പൊക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ മാത്തുക്കുട്ടിയുടെ അനന്തരവന്റെ ഓട്ടോറിക്ഷ കാശ് വാങ്ങിയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും. ആ വണ്ടി മാത്രമല്ല, കാശ് തരാനുള്ള സകല വണ്ടികളും നമ്മൾ പൊക്കിയിരിക്കും. നമ്മളോ? നിനക്ക് ആശുപത്രി പണിയൊന്നുമില്ലേ? പോയി വല്ലവന്മാർക്ക് എനിമ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഇത് ആണുങ്ങളുടെ പണിയാ. കൊച്ചാക്കല്ലേ, മുകുന്ദ പെണ്ണ് കാണാൻ പോയ സ്ഥിതിക്ക് ഞാൻ ടോട്ടലി ഫ്രീയാ. ഇന്ന് ഞാൻ ഫുൾ ടൈം അരവിന്ദന്റെ കൂടെ. നീ ഒന്നും ശരിയാവില്ല. ഹൗ ടു സീ CC വെഹിക്കിൾസ് എന്നുള്ള ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ടുണ്ടോ? പോട്ടെ, അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ CC ഗാഡിയും കോ കൈസെ പകട് സക്താ ഹൈ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇത് കുഞ്ഞമ്മാവന്റെ ലൊട്ടുലുടുക്ക് ഐഡിയാസ് അല്ല, വണ്ടി പിടുത്തത്തിനുള്ള പുതുപുത്തൻ ഐഡിയാസ്. ടിക്കറ്റും ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ. വന്ന് എങ്ങോട്ടാ? നിർത്തിയില്ല. അതെ, വൈകുന്നേരം വരെ ഓടണം. ഈ ബാഗ്സ് ഒരു സ്ഥലത്ത് എത്തിക്കാനുള്ളതാ. മീറ്റർ ചാർജ് തരൂ. മീറ്റർ ചാർജിന്റെ പകുതി എന്നാ മതി. എന്താ സന്തോഷമായോ? താനെന്താ ആളെ കളിയാക്കാം? വൈകുന്നേരം വരെ ഓടണം, മീറ്റർ ചാർജ് തരൂ. ഒന്ന് പോവണേ. എന്താണ് നീ പറഞ്ഞേ? ഓടിയോടുന്നു. വരൂ പെങ്ങളെ, കയറൂ. തനിക്കിനി എത്ര വേണ്ടത്? എന്റെ പൊന്നു പെങ്ങളെ, ഇഷ്ടമുള്ള തന്നാ മതി. അതിന് തന്റെ കുടുംബസ്വത്വം അല്ലല്ലോ. വൈകുന്നേരം വരെ ഓടണം. മീറ്റർ ഇട്ടോടാമോ? മീറ്റർ ഇട്ടേ ഓടൂ. അവസാനം കുഴപ്പത്തിനൊന്നും വന്നേക്കരുത്. വരത്തില്ല. വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. തന്നെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് കുടുംബ പാരമ്പര്യയുടെ പെങ്ങളെ. ഈ മുഖേ അത് മാത്രം മാറ്റാൻ പറ്റൂല. പക്ഷെ മനസ്സ് അത് കരിക്ക് വെള്ളം പോലെ. ഒന്നുമില്ല. വിട്ടോ. ഇനി പെങ്ങൾ എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരികേയില്ല. എങ്ങനെയുണ്ട് പെങ്ങളെ നമ്മുടെ സവാരി? കുഴപ്പമില്ല. ഇതിനാണ് സവാരി ഗിരിഗിരി എന്ന് പറയണത്. ഇത്രയും നല്ലൊരു വണ്ടി ലോകത്തുണ്ടാവില്ല. എന്താടോ? എന്റെ പൊന്നു പെങ്ങളെ, ക്ലച്ചിന്റെ കേബിള് പോയി. പെങ്ങള് മേടിക്കണ്ട, ഇവിടെ അടുത്തൊരു സ്പെയർ പാർട്സ് കടയുണ്ട്. ഞാൻ കേബിൾ മേടിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വരാം. നല്ല വീട്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ? എന്താ നിർത്തി? ഓ, പെട്രോൾ തീർന്നു കാണും ഇല്ലേ? കറക്റ്റ്, അതാണ് ഓടുന്നത്. അതിനത് ഓടുന്നില്ലല്ലോ. ഇതല്ലടാ. പിന്നെ നീ ആ ഓട്ടോ കണ്ടോ? കണ്ടു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് കണ്ടിട്ട് ഓട്ടോ ആണെന്ന് തന്നെ തോന്നുന്നു. എന്താ നിനക്ക് കാറായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അതല്ല. നീ ആ നമ്പർ പ്ലേറ്റ് കണ്ടോ? അത് അത്രയ്ക്ക് ഇഷ്ടമായോ? ഞാൻ ഇപ്പൊ തന്നെ പോയി ഇളക്കി എടുത്തോണ്ട് വരാം. മണ്ട. എന്തോ? അത് KL7 1163. നമ്മുടെ കുഞ്ഞമ്മാവനെ കിണറ്റിൽ തള്ളിയിട്ട് അതേ ഓട്ടോ. TC കുടിശ്ശികയുണ്ട്. അപ്പോ നമ്മൾ TC പിടിച്ചെടുക്കേണ്ട വണ്ടി. കറക്റ്റ്. ഇത് ആദ്യം പറഞ്ഞാ പോരെ, ആ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു എന്ന് തന്നെ കരുതിക്കോ. എന്താടാ ഇത്? ഹോളിവുഡ് സ്റ്റൈൽ. തലേന്ന് ഇടിച്ചതാ. ഇത് നാടൻ. അതല്ല. ഇതെന്റെ ബാഗല്ലേ? അതുമല്ല. ഇത് കണ്ട. ഇതെന്താ? ടാർപോളിൻ. ഹൗ ടു പുട്ട് ടാർപോളിൻ ഓവർ വെഹിക്കിൾസ് ആൻഡ് സീസ് ദം എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സാധ്യതയുണ്ട്. അപ്പൊ നീ വായിക്കണേ. എന്തിനാ ടാർപോളിൻ? ഓട്ടോ സീസ് ചെയ്തുകൊണ്ട് പോകുന്നത് ആൾക്കാരെ അറിയാതിരിക്കാൻ. ഓട്ടോക്കാർ സംഘടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാവില്ല. അതാണ് മെയിൻ പ്രശ്നം. ആണല്ലോ. ഓപ്പറേഷൻ തുടങ്ങാം. നീ എങ്ങോട്ട്? ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട് വരണം. ഫ്രണ്ടിലോട്ട്. ആദ്യം പറയണ്ടേ. പോലീസുകാരെ നെഞ്ചത്തോട്ടാണ്. പട്ടാ പോലെ എന്താ സ്പിരിറ്റ് കിടത്തലോ? അയ്യോ, സ്പിരിറ്റ് ഒന്നുമല്ല സർ. പിന്നെ അപ്പൊ തീവ്രവാദമായിരിക്കും. ആയുധം കിടത്തലല്ലേടാ? അയ്യോ സാർ, ഇത് ഓട്ടോറിക്ഷയാണ്. മൂടിയിട്ടാണ് ഇവിടെ ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്നത്. അത് സാറേ, ഈ കരിങ്കണ്ണന്മാരുടെ കണ്ണ് തട്ടണ്ടാന്ന് കരുതിയാ. എന്നേക്കെ ബലനേർ സാർ ആയിരുന്നു പൊക്കയോ? സാറേ, കൈക്കൂലി എന്തെങ്കിലും വേണേ തരാം. സാർ, എന്താണോ? എന്താണ് ഇത്? കണ്ടാൽ അറിഞ്ഞൂടെ? കണ്ടാലല്ല, ഇവനൊക്കെ കൊണ്ടാലേ അറിയൂ സാർ. സാറേ, എന്തിനാ ചൂടാവുന്നത്? ഇതിന് ഞങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുള്ളതാ. കൈക്കൂലി വാങ്ങാൻ ലാടാവാ.
അവസാനം കൈക്കൂലി വാങ്ങിക്കുമായിരിക്കും. ഓഹോ, അപ്പൊ നീയൊക്കെ ഇതിന് തുടങ്ങിയാണോ ഫൈനാൻസ്? ഇതിന് മാത്രമല്ല എന്തിനും ഞങ്ങൾ ഫൈനാൻസ് ചെയ്യും. അതിനുള്ള തുടർ നടപടികളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അത് ശരി. അപ്പൊ അനിയന്മാർ ഇതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പോണു? പലതും ചെയ്യാനുണ്ട് സാറേ. എന്തൊക്കെയാണ് കേക്കട്ടെ? ആദ്യം ഞങ്ങൾ ഇതിനെ ഷെഡിൽ കയറ്റും. എന്നിട്ട് ഇതിന്റെ മുകളിലുള്ളതെല്ലാം അഴിച്ചു മാറ്റും. എന്നിട്ട് സർവീസ് ചെയ്ത് ഫുൾ ആയിട്ട് അഴിച്ചു പണിയും. ഫുള്ളായിട്ട് വേണോ? ഹാഫായാലും പോരെ? ഏയ് അത് പോരാ, മറിച്ച് വിൽക്കണമെങ്കിൽ ഫുള്ളായിട്ട് പണിയണം. ഈ പ്രായമായിട്ട് സാറിന് ഒന്ന് അറിഞ്ഞൂടെ? പറഞ്ഞു കൊറ അപ്പക്കുട്ട. ഫൈനാൻസ് ചെയ്യാൻ മാത്രമല്ല, സ്വമനസാല തന്നില്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കാനും ഞങ്ങൾ ബഹുമെടുക്കലേ. സാറെന്തിനാ ഇവരെ അടിച്ചത്? ഏതാടാ ഈ പെണ്ണ്? അയ്യോ ഇത് പെണ്ണല്ല, ആണാണ്. സാറിന്റെ കാര്യം പട്ടാപ്പോയിൽ മൂടിയിട്ട് ആട്ടോക്കകത്ത് കണ്ടോ നിന്റെയൊക്കെ പെൺവാണിപ്പം? പെൺവാണിപ്പോ? ഏത് പെണ്ണ് ഏത് വാണിപ്പം? നിനക്കറിയണോ അല്ലേടാ? നോക്കണേ നോക്കി നോക്ക്. ഇങ്ങേർക്ക് തലയ്ക്ക് വട്ട. പിടിച്ചവനൊക്കെ വണ്ടി വണ്ടി വിട്ട് തന്നാ മതി. യോഗ്യന്മാര്. ആരതി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ ഈ ബിസിനസ് നമുക്ക് വേണ്ടാന്ന്. അനുസരിക്കില്ല. അതെങ്ങനെയാ? ഒരാളുണ്ടല്ലോ കൂട്ടിന്. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായതെന്നോ ചോദിക്കാൻ മോളോട്. എന്താടി? അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ കയറിയ ഓട്ടോ രണ്ടുപേര് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ പോലീസ് ഒന്ന് രക്ഷിച്ചു. ആ എസ് ഐ ബാലഗോപാലൻ എന്റെ ഒരു സ്റ്റുഡന്റാ. അവൻ വിളിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് വല്ലതും അറിയോ? ഇവള് പറയോ? എന്നിട്ടെന്താ അമ്മയോട് പറയാതിരുന്നേ? കഴിയേണ്ടത് കഴിഞ്ഞു. ഇനി അതും പറഞ്ഞ് അമ്മയെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ. അതന്നെയാ ഞാനും പറയുന്നത്. നാളെ ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഈ ബിസിനസ് അങ്ങനെ നിർത്തിയാ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാനോ? ജോലിക്ക് പോകുമ്പോ ഇങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാന്നുണ്ടോ? ആർക്കുത്തരം പറയാ? ഒന്നേ ഉള്ളെന്ന് കരുതി ഓമനിച്ചതിന്റെ കുഴപ്പാ. ശങ്കരൻ മാഷേ, ചൂടാവാതെ. പെൺകുട്ടികൾ ബിസിനസ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലെന്ന് മാഷ എന്നെ പഠിപ്പിച്ചത്. പിന്നെ ഇതൊക്കെ ആർക്കും എപ്പോഴും ഉണ്ടാവുന്ന സംഭവം. എന്നെ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനോട് ഞാൻ എത്ര പറഞ്ഞതാ ഒരു സ്കൂട്ടർ വാങ്ങിത്തരാൻ? അത് നടക്കില്ല. എന്നെങ്ങനെ ചിലതൊക്കെ കേൾക്കേണ്ടി വരും. പാത്രം ഒന്ന് തുറന്നു നോക്കിയാൽ മതി, നിറയെ റോഡപകടങ്ങളാ. അതിനിടയില് ഇല്ല, അത് ശരിയാവില്ല. പറഞ്ഞു കൊടുക്കാം റോഡ്. അച്ഛനവരുടെ വാശിയാ. അല്ല മോളെ, നിന്നോടുള്ള സ്നേഹം മാത്രമുള്ള മനസ്സില്, അതുകൊണ്ടുള്ള പേടിയല്ലേ? സ്വന്തന്നെ മെല്ലെ സൂക്ഷിച്ചു. ആ ഓക്കെ ഓക്കെ. ടോക്കൺ നമ്പർ 12. 12. രോഗി മാത്രം പോയാ മതി. എന്താ ഊമയാണോ? ചെവിയും കേൾക്കത്തില്ലേ? എന്താ അസുഖം? ഇയാളോട് ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അപ്പക്കുട്ട പൊട്ടന, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി. നിങ്ങൾ തമ്മിലാവാൻ കുറച്ച് വ്യത്യാസമല്ലേ ഉള്ളൂ. ആ ഇരിക്കൂ. ഇരിക്കാൻ ഇത്രേ ഉള്ളൂ. എന്താ അസുഖം? ഇങ്ങനെ ചോദിക്കാനാണെ ഞാൻ പോരെ. ഇയാളുടെ കൂടാരും വന്നിട്ടില്ല. എന്നാ പിന്നെ അയാളെ വിളി. ഇപ്പൊ വരും. നിങ്ങളെ വിളിക്കുന്നു. ഇതും പൊട്ടനാണ്. ഇയാൾക്ക് എന്താ അസുഖം? കുടുംബത്തോടെ പൊട്ടന്മാരാണെന്നാ തോന്നുന്നത്. ഇതിപ്പോ എന്താ അസുഖം എങ്ങനെ മനസ്സിലാക്കുന്നത്? അതിന് വഴിയുണ്ട്. അസുഖം ഓന്ന് വിളിക്കണമെന്ന് തോന്നുന്നു. അതൊക്കെ ഒരു അസുഖമാണ്. അതൊന്നുമല്ല. ഓ എന്ന് പറഞ്ഞാൽ ഛർദില് അല്ലേ? പൊട്ടന്മാരെല്ലാം കൂടെ ഒന്നായ. വേണ്ട വേണ്ട, ഇതുകൊണ്ട് ഫാർമസിന്ന് മരുന്ന് വാങ്ങിച്ചോട്. കേട്ടല്ലോ? അടുത്ത ആളിനെ വിളി. ഇനി ആരും ഇല്ല. അത് നന്നായി. ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതാ. ഞാൻ ഈ ഡയലോഗൊക്കെ ഒന്ന് പഠിക്കും. Come on, come on. മുകുന്ദൻ എവിടെയെന്ന് ഇവരോട് ചോദിക്കാം. ഈ പൊട്ടന്മാരോടോ? അതൊക്കെ നീ നോക്കോ. ഈശ്വര, ഇതെന്താ പൊട്ടന്മാരുടെ സമ്മേളനം വല്ലതും നടക്കുന്നുണ്ടോ? നീ പേടിക്കണ്ട.
വീട്ടുകാർ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ ഒരു കാരണവശാലും ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പിൻഭാഗത്തെ മതിലിന്റെ അടുത്ത് നീ കാത്തു നിൽക്കണം. അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ്സുകളും എടുത്തോളൂ. കുറച്ചു കാലം മാറി നിന്നാൽ എല്ലാം ശരിയാകും. ഈ കാര്യത്തിൽ എനിക്ക് ഒരുത്തനെയും പേടിയില്ല. ഏതവനാ എതിർക്കുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ എതിർക്കൂടാ. എന്റെ മോളുടെ ജീവിതം തൊളിച്ചിട്ട് നീ ഒരിടത്തും പോകില്ല. അമ്മാവിന് തപ്പ വന്നു. ഇരിക്കും അമ്മായി. നീ ഞങ്ങൾ ഇരുത്തൊന്നും നോക്കണ്ട. ഇവിടെ പറഞ്ഞൊക്കെ ഞങ്ങൾ കേട്ടു. എന്ത്? ഏതാടാ പെണ്ണ്? ഏത് പെണ്ണ്? നീ ഇവിടെ ശൃംഗരിച്ചോണ്ടിരുന്ന ഏത് പെണ്ണ് കേട്ടാടാ? ഞാൻ അത് ഞാൻ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. പുതിയതായി ഞാൻ അഭിനയിക്കുന്ന സീരിയൽ മരുഭൂമിയിലെ വെള്ളപ്പൊക്കത്തിന്റെ സ്ക്രിപ്റ്റ് ആയത്. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായും വരണം കാണാൻ. ഞങ്ങളോട്ട് വരുന്നുമില്ല, നീയോട്ട് പോകുന്നുമില്ല. അമ്മാവന് ദേഷ്യമുണ്ട്, എനിക്ക് മനസ്സിലായി. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് അഭിനയം ഒരു ടൈം പാസ് അല്ല. മെഡിക്കൽ കോളേജിൽ 5 കൊല്ലവും ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ. ഈ അഭിനയിക്കാനുള്ള കഴിവ് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അമ്മാവനും അമ്മാവിയും ഇതിൽ അഭിമാനിക്കണം. അവനെ അത്ര മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു ഡോക്ടർക്കാ, അല്ല സീരിയൽ നടനല്ല. ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിച്ചേക്കണം. നീ മിടുക്കൻ തന്നെ. എന്ത് മരുന്ന് കൊടുത്തിട്ടാ ഈ പൊട്ടന്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയത്? അമേരിക്കൻ മാമൻ. അമേരിക്കൻ മാവാ? അമേരിക്കൻ അമ്മാവൻ. അപ്പോ ഇവൻ പൊട്ടൻ അല്ല, ഇവൻ പൊട്ടനല്ല, അപ്പുക്കുട്ടൻ. അല്ല, നിന്നെ മറ്റേ മുതലാളി ഒഴിവാക്കാൻ കാരണം എന്താ? മുതലാളി ഈ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ ഒഴിവാക്കാൻ കാരണം എന്താ? അവൻ ആളത്ര ശരിയല്ലാത്തോണ്ട്. എന്റെ ആദ്യത്തെ മുതലാളി ആളത്ര ശരിയല്ല. എത്ര കാശ് കിട്ടിയാലും പണ്ടാരടങ്ങാനായിട്ട് ആ സേട്ടൂടെ ഫൈനാൻസ് നടക്കൂല. ഈ വണ്ടിക്ക് ഫൈനാൻസ് ഉണ്ടാ? ഹേയ്, എന്റെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല. ഇല്ല, എനിക്കത് മാത്രം കേട്ടാ മതി. ആ താക്കോലിങ്ങടുത്ത്. എന്റെ ദൈവമേ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഫൈനാൻസ് ഇല്ലാത്ത വണ്ടി ഓടിച്ചെനിക്ക് ചത്താ മതി. See you. എന്തിനാ മനുഷ്യ പാവത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? 7 മാസമായി ഫൈനാൻസ് അടയ്ക്കാതെ മുങ്ങി നടക്കുന്ന വണ്ടിയല്ലേ അത്? ആഹാ, നീ പൊടിയകത്ത്. എത്രയെന്ന് വെച്ചാ കട്ടപ്പുറത്തിരിക്കുന്നേ? 4 കാശ് കിട്ടുന്നേ കിട്ടിക്കോട്ടെ. റെഡിമെയ്ഡ് പെങ്ങൾ. ഹലോ പെങ്ങളെ, റെഡിമെയ്ഡ്. ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓട്ടം പെങ്ങളുടെ ആയിക്കോട്ടെ. ഇങ്ങോട്ട് കയറും. തന്റെ കൂടെ എവിടേക്കും ഇല്ല. ആരെ വിട്. എന്റെ പൊന്നെ, ഇത് ആ വണ്ടിയല്ല. വെറുതെ ആരെ വിട്ടാ മതി. ആ വണ്ടി വേറെ മുതലാളിയുടെ വണ്ടിയാ. ആ വണ്ടിയുടെ പണി ഞാൻ അതോടെ നിർത്തി. ഇതിന് ഫൈനാൻസ് ഇല്ല. തന്നെ വിശ്വസിക്കാൻ കൂടോ? അയ്യോ, 100% വിശ്വസിക്കാം. നിങ്ങൾക്ക് സംശയോടെ നോക്കിക്കോ. ഇത് ലാമ്പി, അത് ബജാജ്. ശരി, കേറിക്കോ. ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാ തന്നെ ഞാൻ ഇതിനകത്തിട്ട് കുഴിച്ചു മൂടും. മനസ്സിലായോ? കുഴിച്ചു മൂടിക്കോ. വണ്ടി എടുത്തു. മിനിമാണോ 6 രൂപ? മിനിമാണോ? 6 പോയിട്ട് കാലം കുറെ ഇല്ലേ പെങ്ങളെ? ആ തുണിക്കടയുടെ മുമ്പിൽ നിർത്തണം. നിർത്താം. താനോട് നിൽക്ക്, ഞാനൊന്ന് കൊടുത്തിട്ട് വരാം. എന്റെ ലഗേജ് കണ്ട് സൂക്ഷിക്കണേ. അത് ഞാനേറ്റു പെങ്ങളെ. അതാ എനിക്ക് പേടി. ഏതായാലും പെങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയില്ലേ, അത് മതി. ആ വണ്ടിയെ നോക്കി. തുണിക്കടക്കാരന്റെ പരിചയം കിട്ടിയിട്ട് 2 മാസമായി. ഹലോ, ഗുഡ് മോർണിംഗ് ഫൈനാൻസിയേഴ്സ്. ആരുത്? നിനക്ക് പണിയൊന്നും ഇല്ലേടേ? ഈ ലോകത്ത് ഓട്ടോ ഉള്ളിടത്തോളം കാലം ഈ കുട്ടിന് പണിയുണ്ടാവും. അത്രയും കാലം ഞങ്ങൾക്ക് ഫൈനാൻസ് കമ്പനി ഉണ്ടാവും. ഇത്തവണ എന്റെ ഓട്ടോ ഫൈനാൻസ് ഫ്രീ. അത് ശരി. അപ്പൊ വരട്ടെ. അങ്ങനെ പോകല്ലേ. ഒരു ചില്ലിക്കാശ് പോലും ഫൈനാൻസ് ഇല്ലാത്ത വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നതെന്ന് നിങ്ങൾ കാണണം. എന്നാലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അതൊക്കെ പിന്നെ കാണാം. ഇപ്പൊ സമയമില്ല, ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാവണത്? ഒരു ഫൈനാൻസ് ഫ്രീ ഓട്ടോ കൊള്ളപ്പലിശക്കാർക്ക് കണ്ണിറയെ കാണുവാനുള്ള സുവർണാവസരം. കണ്ണിറയെ കണ്ടേച്ചു പോകൂ. ഇത് വലിയ മെനക്കേടായല്ലോ. എവിടെയാണ് നിന്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്? ഇതാണോ? KBE 6838. കൺകുളിർക്കെ കണ്ടോളൂ. KBE 6830. കണ്ടുകൊണ്ടിരിക്കുന്ന സുവർണാവസരം. കുഞ്ഞമ്മാവാ, ഡയറിയുടെ KBE 6838. ഇത് ലോനപ്പന്റെ വണ്ടി തന്നെ. കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾ തപ്പി നടക്കുക. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടിയല്ല. ഇത് ആദ്യമേ കിടന്ന് ഓടിയിരുന്ന വണ്ടി. ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ. ആലുവയിലുള്ളവര് ഞങ്ങൾക്ക് കിട്ടി. അവിടെ വന്ന് പിടിക്കാതിരുന്ന ഇവിടെ കൊണ്ടുവന്നതിന് മാറൂല. ഈ വണ്ടിന്ന് ഞാൻ മാറൂല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും എന്റെ വണ്ടി കൊണ്ടുപോയാലോ? എന്നെ കൊല്ലാൻ മാറൂല. എന്റെ വണ്ടി കൊണ്ട് പോണേ. അയ്യോ,
എന്റെ കുഞ്ഞമ്മാമ എന്നെ ചതിക്കല്ലേ, എന്റെ കഞ്ചിരി പാത്തിരല്ലേ, ഞങ്ങളുടെ എന്റെ കുഞ്ഞമ്മാമ പാർട്ടിയല്ലടാ, ഞങ്ങളുടെ എന്റെ കുഞ്ഞമ്മാമനെ പാർട്ടിയല്ല. ഞാൻ ഇടിച്ചു മാറ്റി. ആഹാ, അന്ന പോണമെന്ന് കാണണം. അതിലേ പോയാ ദൈവമേ, വഴിയെ പോയ വയ്യാവിലെടുത്ത് തല വെച്ച പോലെയല്ല,